2024 സംബന്ധിച്ച് മലയാള സിനിമയ്ക്ക് ഒരു ഭാഗ്യവർഷമായിരുന്നു. എത്രയോ 100 കോടി ചിത്രങ്ങൾ മലയാള സിനിമയിൽ പിറന്നു അല്ലേ. നമ്മുടെ മാർക്കോ, മഞ്ഞുമൽ ബോയ്സ്, ആവേശം, ആടുജീവിതം, അങ്ങനെ എണ്ണം പറഞ്ഞ ARM, അങ്ങനെ എണ്ണം പറഞ്ഞ 100 കോടി ചിത്രങ്ങൾ ഒത്തിരി മലയാള സിനിമയിലുണ്ടായി. അതുപോലെ പ്രമയുഗം പോലുള്ള വ്യത്യസ്തമായ ജോണറിൽപ്പെടുന്ന ചലച്ചിത്രങ്ങളും ഉദയം ചെയ്തു. അപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് പ്രേമലു ഒക്കെ ഉണ്ടായത് ഈ 2024 2024 ഡിസംബർ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഒരു മാർക്കോ തരംഗമായിപ്പോയി. മാർക്കോ തരംഗം എന്ന് പറയുന്ന വയലൻസിന്, ക്രൈമിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാർക്കോ വിജയിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അതിനുശേഷം മലയാള സിനിമയുടെ രീതി തന്നെ മാറും. 2025 സംബന്ധിച്ച് ആൾക്കാർ വളരെ പ്രതീക്ഷയോട് കാത്തിരുന്ന ചിത്രങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതിൽ ആദ്യമായിട്ട് ഇറങ്ങിയത് ടൊവിനോ അവതരിപ്പിച്ച ഐഡൻറ്റിറ്റി ആയിരുന്നു. ഐഡൻറ്റിറ്റി മികച്ചൊരു ചിത്രം തന്നെയായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ പാളിച്ചകൾ ഈ ചിത്രത്തിന് ഉണ്ടായി എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. കഥ പറഞ്ഞേക്കുന്ന രീതിയൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ എവിടെയൊക്കെയോ ഒരു പാളിച്ച ഉണ്ടായി. അത് ആ തിയേറ്ററിൽ ബാധിക്കുകയും ചെയ്തു. ഏകദേശം 18 കോടി രൂപ മാത്രമേ ഇതിന് നേടാൻ പറ്റുള്ളൂ. തൃഷ ആദ്യം ടൊവിനോയെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു. അതുപോലെ ARM ഉണ്ടാക്കിയ ഒരു ഓളം ടൊവിനോയ്ക്ക് ഈ ചിത്രത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഐഡൻറ്റിറ്റിയുടെ ഒരു പ്രത്യേകത. എന്നാലും 18 കോടി നേടിയെങ്കിലും അതിൻ്റെ മുടക്കുമുതൽ ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഇത് വിജയിച്ചില്ല എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ ഓരോ പടിപടിയായിട്ട് ഓരോ ചിത്രങ്ങൾ ഇറങ്ങി. രേഖാചിത്രം ഇറങ്ങി. രേഖാചിത്രം എന്ന് പറയുന്ന ചിത്രം മറ്റുള്ള പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. നമുക്ക് മികച്ചൊരു ട്രീറ്റ്മെൻറ്റ്, അതുപോലെ എന്താ പറയുക, എല്ലാം കൊണ്ടും ഒരു മികച്ച ഒരു അനുഭവം തന്നെ രേഖാചിത്രം നമുക്ക് നൽകി. ആസിഫ് അലിയും അനശ്വര രാജനും മികച്ച കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച ആ ചിത്രം ഏകദേശം 57 കോടി രൂപയും നേടിയിട്ടുണ്ട്. 2025 ജനുവരി സംബന്ധിച്ച് രേഖാചിത്രം മാത്രമാണ് മലയാള സിനിമയ്ക്കൊരു ഓളവും, അതുപോലെ വ്യവസായത്തിനൊരു മുടക്കുമുതൽ തിരിച്ചു വെക്കുക, ലാഭം നേടുക എന്നൊക്കെ ഒരു കാര്യമുണ്ടെങ്കിൽ മാത്രമേ സിനിമാ വ്യവസായം മുന്നോട്ട് നീങ്ങത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു രേഖാചിത്രം മാത്രമാണ് 2025 ജനുവരിയിൽ ഒരു ഓളം സൃഷ്ടിച്ച ചിത്രം എന്ന് തോന്നുന്നു. വളരെ പ്രതീക്ഷയോട് കാത്തിരുന്ന പല ചിത്രങ്ങളും, ബേസിലിൻ്റെ പ്രാവിൻകുൾ ഷാപ്പ് സാമാന്യം തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഒരു പോസിറ്റീവ് അഭിപ്രായങ്ങളൊക്കെയായിരുന്നു പലതും നേടിയത്. എന്നാലും വേണ്ടത്ര കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. മമ്മൂട്ടി വീണ്ടും 2025 പ്രകടനം 2024 പ്രകടനം 2025 ആവർത്തിക്കുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ആദ്യമേ നല്ല പോസിറ്റീവ് റിവ്യൂ ഒക്കെ തന്നെയായിരുന്നു പടത്തിന് കിട്ടിയത്. പക്ഷേ പടം വേണ്ടത്തെ വിജയിക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞില്ല. ഏകദേശം 17 കോടി 16-17 റേഞ്ചിൽ ഇപ്പോഴും ചെന്ന് നിൽക്കുകയാണ് ചിത്രം. ഇപ്പം കളക്ഷന് കാര്യമായി ബാധിച്ചിട്ടുമുണ്ട്. പക്ഷേ മമ്മൂട്ടിയെ പോലുള്ള ഒരു നടൻ്റെ പോസിറ്റീവ് കിട്ടിയിട്ട് പോലും ആ ചിത്രം വേണ്ടത്ര പ്രേക്ഷക ലക്ഷ്യങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്തത് മലയാള സിനിമയ്ക്ക് തന്നെ ഒരു അതിശയമായി മാറി. അതുപോലെ തന്നെയാണ് പൊന്മാൻ എന്ന് പറഞ്ഞ ചിത്രം. പൊന്മാൻ എന്ന ചിത്രം പ്രേക്ഷകരുടെ മുക്തകണ്ഠമായ പ്രശംസ നേടിയ ഒരു ചിത്രമാണ്. അതുപോലെ ലാസ്റ്റ് ഇറങ്ങിയ ചിത്രമായ ശ്രീനിവാസൻ ഇറങ്ങിയ ഒരു ജാതി ജാതകം, അതും പൊട്ടിച്ചിരിക്കുന്ന ഒരിതാണ്. മലയാള സിനിമയുടെ ജനുവരിയിലെ ഓർമ്മകൾ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പം മിക്കവാറും ഒരു അന്വേഷണാത്മകമായ കഥകളായിരുന്നു പലതും പറഞ്ഞു പോയത്. ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രങ്ങളായിരുന്നു മിക്കവാറും എല്ലാം പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു ആൾക്കാർക്കൊരു മടുപ്പുണ്ടാക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ലാസ്റ്റ് ഇറങ്ങിയ വിനീത് ശ്രീനിവാസൻ്റെ തമാശ നിറഞ്ഞ ആ ചിത്രം ആൾക്കാരെ രസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ട്രെൻഡിങ് ആൾക്കാർ ഈ പടങ്ങളെല്ലാം ഞാൻ പറഞ്ഞേക്കുന്ന മിക്കവാറും ജനുവരിയിൽ ഇറങ്ങിയ മികച്ച ചിത്രങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ടത്ര കളക്ഷൻ നേടാത്തതിൻ്റെ ഒന്നാമത്തെ കാരണമായിട്ട് എനിക്ക് തോന്നിയത് ഒരേ ജോണറിൽപ്പെട്ട ചിത്രങ്ങളായിരുന്നു ഏകദേശം എല്ലാം. ഒരു കഥ നടക്കുന്നു, അതിൻ്റെ അന്വേഷണം,
അതുപോലെ ക്രൈം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി തന്നെയായിരുന്നു ഓരോ ചിത്രങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ചില വ്യത്യാസങ്ങളുണ്ടെന്ന് ഉപയോഗിച്ചാൽ ബാക്കിയെല്ലാം ഒരേ രീതിയിലാണ്. അതുകൊണ്ടായിരിക്കാം പ്രേക്ഷകർ ജനുവരിയിൽ തിയേറ്ററിൽ നിന്ന് മാറി നിന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പൊന്മാൻ്റെയും അതുപോലെ ഒരു ജാതി ജാതകം എന്ന് പറയുന്ന 2 ചിത്രത്തിൻ്റെയും വിജയം ഫെബ്രുവരിയിലാണ് തീരുമാനിക്കുന്നത്. സാമാന്യം നല്ല കളക്ഷൻ നേടിയാണ് ഈ ചിത്രങ്ങൾ രണ്ടും മുന്നോട്ട് പോകുന്നത്. ബാക്കി എല്ലാ ചിത്രങ്ങളുടെയും ഭാഗ്യം നിർണ്ണയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം ജനുവരിയിലെ ചിത്രങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വൻ വിജയം നേടിയ 50 കോടി നേടിയ 57 കോടിയോളം നേടി എന്ന് തോന്നുന്നു രേഖാചിത്രം. അത് കരിയറിൻ്റെ ആസിഫിൻ്റെ കരിയറിലെ ഒരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്നാണ്. ഇതുപോലെ തന്നെ 10-31 ചിത്രങ്ങളോളം ജനുവരിയിൽ ഇറങ്ങി എന്നുള്ളതാണ്. അത് പലതും പച്ച തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. അതിലെ കമ്മ്യൂണിസ്റ്റ് പച്ച, അൻപോട് കൺമണി, അതുപോലെ ID ദ ഫേക്ക്, ഒരുമ്പെട്ടവൻ, അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങൾ 2025 ജനുവരിയിൽ ഇറങ്ങി. ധ്യാൻ ശ്രീനിവാസൻ്റെ ഒത്തിരി ചിത്രങ്ങളുണ്ട്, എനിക്ക് എണ്ണാൻ വയ്യ. ധ്യാനിൻ്റെ ഓരോ ആഴ്ചയിലും ഓരോ ചിത്രങ്ങളാണ് ധ്യാൻ ഇറക്കിക്കൊണ്ടിരുന്നത്. ഒന്നും തന്നെ പച്ച തൊട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. എന്നാലും ധ്യാനിൻ്റെ ഒത്തിരി പടങ്ങൾ അണിയറയിൽ ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസനെ സംബന്ധിച്ച് അദ്ദേഹം ഇൻ്റർവ്യൂ നടക്കുന്ന മാജിക്ക് തിയേറ്ററിൽ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് വേറൊരു സംഭവമാണ്. അതുപോലെ തന്നെ എനിക്കൊന്ന് 2024 ഇറങ്ങിയ ചിത്രങ്ങളിൽ ബേസിലിൻ്റെ 2 ചിത്രങ്ങളുണ്ടായിരുന്നു, പ്രാവിൻ ഗുരു ഷാപ്പു, പൊന്മാനം. ഈ 2 ചിത്രങ്ങളും എനിക്കൊന്ന് ഇച്ചിരി ഗ്യാപ്പിൽ ഇറക്കിയിരുന്നെങ്കിൽ അല്പം കൂടെ വൻ വിജയം നേടാൻ ഈ ചിത്രങ്ങൾക്ക് സഹായിച്ചേനെ. ഒരു നടൻ്റെയൊക്കെ തുടർച്ചയായിട്ടുള്ള ചിത്രങ്ങൾ ഓരോ മാസങ്ങളും രണ്ടുമൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ആൾക്കാർക്ക് മടുപ്പുണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ, അങ്ങനെയും ഉണ്ടാകാം. ഏതായാലും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന വേറൊരു ചിത്രം ഉണ്ടായിരുന്നു, അത് റിലീസ് ആയില്ല. തരുൺ മൂർത്തി ലാലേട്ടൻ ടീമിൻ്റെ തുടരും എന്ന് പറഞ്ഞ ചിത്രം. ലാലേട്ടൻ നാട്ടുമ്പുറത്തുകാരനായ മണിലേക്ക് ഇറങ്ങുന്ന ഒരു ചിത്രമായിരുന്നു. ആൾക്കാർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. പക്ഷേ അതിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് ആ ചിത്രം ഇറങ്ങിയില്ല എന്നാണ് നമുക്കറിയുന്നത്. അത് എനിക്കൊന്ന് എമ്പുരാൻ കഴിഞ്ഞതിന് ശേഷം തിയേറ്ററിലേക്ക് വരാനാണ് സാധ്യത. ഇനി ഫെബ്രുവരിയിൽ ഉണ്ടാകുമോ എന്നും അറിയില്ല. പിന്നെ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാൻ്റെ ടീസറും പുറത്തു വന്നു. എമ്പുരാൻ്റെ ടീസർ എന്ന് പറയുന്ന ഒരു 1.5 ടീസറായിരുന്നു. അത് ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. മാർച്ച് 27 ഈ പടം ഇറങ്ങുന്നത്. അത് മലയാള സിനിമയിലെ വേറെ ഒരു ടേണിംഗ് പോയിൻ്റ് ആകും എന്ന് തന്നെയാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞൊരു 10-31 ചിത്രങ്ങൾ ഇറങ്ങുകയൊക്കെ ചെയ്തു. അതിൽ മിക്കവാറും ചിത്രങ്ങളൊന്നും വിജയിച്ചില്ല. പക്ഷേ ട്രീറ്റ്മെൻറ്റിൻ്റെയും അതുപോലെ നല്ല ചിത്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 1-2 ചിത്രങ്ങളെപ്പറ്റി പറയാനുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം ആയിരുന്നു രേഖാചിത്രം. അത് പിന്നെ എല്ലാവരും പൊതുവെ ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടാതെ പോയിട്ടും നമ്മുടെ ഉള്ളിലൊരു ഇഷ്ടം തോന്നിയ ചിത്രമായിരുന്നു ഒരു മികച്ച ചിത്രമായിരുന്നു. ഈ ചിത്രത്തിനുള്ള പ്രത്യേകത, എനിക്ക് റിവ്യൂ പോലും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ ചിത്രത്തിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ അമ്മ എന്ന് പറയുന്നത് ദിലീഷ് പോത്തനും ജാഫർ ഇടുക്കിയും അവർ രണ്ടുപേരായിരുന്നു മെയിനായിട്ട് വന്നത്. തോമസ് അബാസിനായിരുന്നു ഇത് സംവിധാനം ചെയ്തത്. അപ്പോൾ ഇത് തിയേറ്ററിൽ നിന്ന് കണ്ടു. ചിലരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പം ആ ചിത്രം അവിടെ മാറി എന്നുള്ളതാണ്. അതിനുശേഷം വേറെ ഒരു തിയേറ്ററിൽ പിടിച്ച് ഈ ചിത്രം പോയി കണ്ടു. ചിത്രം പോയി കണ്ടിട്ടും വളരെ പരിതാപകരമായ ആൾക്കാരേ ഉള്ളായിരുന്നു. കൂടി വന്ന് 2-3 ഞാനിപ്പോൾ 2-3 ആൾക്കാർ മാത്രമായിരുന്നു. ആ ദിവസം തന്നെ ആ ചിത്രം മാറുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഏതാനും ചിത്രം നല്ലൊരു അനുഭവമായിരുന്നു ആ ചിത്രം തന്നത്. പക്ഷെ നമുക്ക് ചിത്രം കണ്ടിട്ട് റിവ്യൂ പോലും ചെയ്യാൻ പറ്റിയില്ല. കാരണം അടുത്ത ദിവസം തന്നെ ഈ ചിത്രങ്ങൾ എല്ലാ തിയേറ്ററിൽ നിന്നും മാറി എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. കാരണം അങ്ങനെ നല്ല ചിത്രങ്ങളും വിജയിക്കാതെ പോയ ഒരു മാസം തന്നെയായിരുന്നു. അതിന് ചില കഥയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവെ ആ ചിത്രം ജനുവരിയിൽ ഇറങ്ങിയ ചിത്രങ്ങളിൽ മികച്ച ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരമാണ് ഈ എന്ന് പറയുന്ന ചിത്രം.
ഒരു മികച്ച അനുഭവം തന്നെയായിരുന്നു ആ ചിത്രം. ഒരു നാട്ടുംപുറത്തിൻ്റെ മനോഹാരിതയൊക്കെ ഇടുക്കിയായിരുന്നത് പശ്ചാത്തലം. അപ്പം ആ മനോഹാരിതയൊക്കെ ഒപ്പിയെടുക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി എനിക്ക് ഒത്തിരി പറയണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാണ്, ചിത്രം അപ്പോഴത്തേന് തിയേറ്ററിൽ നിന്ന് മാറി എന്നുള്ളതൊരു നിർഭാഗ്യവും ഈ ചിത്രത്തിനുണ്ട്. അതിനുശേഷം സംസാരിച്ച പലരും പറയുന്നുണ്ട് അമ്മ കാണണം, ഇനി ടി വിയിൽ വരട്ടെ എന്ന് പറയുന്ന കാത്തിരിക്കുന്ന ഒത്തിരി പ്രേക്ഷകർ നമുക്ക് അറിയുകയും ചെയ്യാം. അതുപോലെ അൻപോട് കൺമണിയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രമായിരുന്നു. ഞാൻ അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ എനിക്ക് ഫെബ്രുവരിയിലെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന 2 ചിത്രങ്ങൾ പൊന്മാനും ഒരു ജാതകം. ഇത് ജനുവരി ലാസ്റ്റാണ് ഇറങ്ങിയത്. അതിൻ്റെ കളക്ഷനൊക്കെ അറിയാൻ പറ്റുന്നത് ഫെബ്രുവരി തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത്. അപ്പം ജനുവരിയിലെ 2 ചിത്രങ്ങളും കൂടെ സാമാന്യം നല്ല വിജയം നേടാനാണ് സാധ്യത കൂടുതൽ. ഈ പൊന്മാനായാലും ഒരു ജാതകമാണെങ്കിലും വലിയ മുടക്കുമുതലൊന്നും ഇല്ലാത്ത ചിത്രങ്ങൾ 2 അത് സാമാന്യം നല്ല കളക്ഷനിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വൻ വിജയമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഫെബ്രുവരിയിലേക്കുള്ള കാത്തിരിപ്പാണ്. ഫെബ്രുവരിയിൽ മമ്മൂട്ടിയുടെ ബഫുക്ക വരുന്നുണ്ട്. തുടരുമുണ്ടോ എന്നറിയില്ല. എന്നാലും മികച്ച ചിത്രങ്ങൾ തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അല്ലേ? ഇപ്പോൾ നല്ല ചിത്രങ്ങൾ വിജയിച്ചാൽ മാത്രമേ മലയാള സിനിമയ്ക്ക് ഒരു ഉണർവും ഓജഫും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.